വലിയ കുഴപ്പമില്ല. ഓ സീൻ കോൺട്ര വേണ്ടായിരുന്നു. ഹലോ കൂട്ടുകാരെ, ഇത് ഞങ്ങൾ ഇന്ന് വന്നേക്കണേ വീണ്ടും ഒരു തെർമോക്കോളായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ തെർമോക്കോൾ വെച്ചുണ്ടാക്കിയ ഡെക്കോർ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അപ്പോൾ അടിപൊളി, അതിന് നല്ല അടിപൊളിയായിട്ട് ഒരു ഡെക്കോറായിട്ട് നമുക്കത് വീണ്ടും വന്ന്. ഓ മൈ ഗോഡ്, എൻ്റെ വോൾപുട്ടി സമാധാനമായാ ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കാര്യം തീരുമാനമായിട്ടുണ്ട്. കാശിനെ കൊണ്ടുപോയി തോട്ടിലെറിയണം. പോടാ എന്നാ പിടിച്ചോ. ഇതിനെ പിടിച്ചോ. ഹലോ കൂട്ടുകാരെ, ഞാൻ വീണ്ടും ഒരു തെർമോക്കോളായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കഴിഞ്ഞ തെർമോക്കോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അപ്പം അതിന് നല്ല സൂപ്പറായിട്ടുള്ള എളുപ്പത്തിലുള്ള ഒരു ഡെക്കോറേറ്ററാണ് വന്നേക്കണേ. അപ്പം നമുക്ക് നേരെ വീട്ടിലെടുപ്പോ. അപ്പം നമ്മുടെ പെട്ടിയിൽ നിന്ന് ഞാൻ കുറേ നീല കളർ എടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സംഭവം തുടങ്ങാം. കയ്യിലുള്ള എല്ലാ നീല കളർ എടുത്ത് ഇനി ഈ നമ്മുടെ കാർഡ്ബോർഡല്ല, നമ്മുടെ തെർമോക്കോളിൻ്റെ മുകളിലേക്കൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. മിക്സ് ആക്കിയിട്ട് അടിച്ചു കൊടുക്കാം. ഇന്ന കളറൊന്നുമില്ല, എല്ലാം നീല കളർ മിക്സ് ആക്കി നിങ്ങൾക്ക് തോന്നണ പോലെ അങ്ങനെ അടിച്ചോ കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു മുകളിൽ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ബ്ലൂ എടുത്തിട്ടുണ്ട്, പിന്നെ ഡാർക്ക് അടിക്കുന്നുണ്ട്. ഈ സംഭവം നല്ല ഭംഗിയില്ലേ കാണാൻ? എൻ്റെ തെർമോക്കോളിൻ്റെ ആ സംഭവമൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നുകൊണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ചുമ്മാ പെയിൻ്റ് അടിച്ച് തെർമോക്കോൾ വെച്ചാൽ തന്നെ ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ ക്യാൻവാസ് ഒന്നും വാങ്ങിച്ച് പെയിൻ്റ് അടിച്ച് വീട് ഭംഗിയാക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ളത് തെർമോക്കോൾ സംഭവം 30 രൂപക്കും 15 രൂപക്കൊക്കെ നമുക്ക് കടയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെ മേടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട് ഡെക്കോർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് ഫുൾ ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിലും ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. സൈഡിലും അടിച്ചു കൊടുക്കണം. താഴ്ഭാഗത്ത് നമ്മൾ നമ്മുടെ ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുത്തത്. താഴ്ഭാഗത്ത് മാത്രമേ ബ്ലാക്ക് അടിച്ചിട്ടുള്ളൂ. സൈഡിലൊക്കെ നമ്മളത് ഇതുപോലെ ബ്ലൂ കളർ വെച്ചിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. വേറെ ബ്രഷൊന്നും പൊക്കണ്ട, ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ പെയിൻറ്റ് തന്നെ എടുത്തിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കാം കേട്ടോ. അധികം നേരം ഒന്നും വേണ്ട, ചിലപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇത് വേഗം ഉണങ്ങി കിട്ടും കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മുടെ കലാപരിപാടിയിലേക്ക് തുടങ്ങാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെറാറി നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാക്കിയത് ഇപ്പോൾ സെറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ 2 സാധനങ്ങൾ ചെറിയൊരു 2 വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ കാണാത്തവരൊക്കെ പോയി ഒന്ന് കാണാം. ഇതേ നമ്മുടെ ഒരു പോട്ട് കാശിക്കുട്ടൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ വീഡിയോയുടെ ഇൻട്രോ വീഡിയോ എടുക്കുന്ന സമയത്ത് ചെറുക്കനെ ഇത് കയറി പൊട്ടിച്ചിട്ട് നിലത്ത് വീണ് പൊട്ടിപ്പോയി. നമ്മുടെ വോൾപുട്ടി വെച്ച് ഉണ്ടാക്കുന്ന സാധനം ആയതുകൊണ്ട് സാധനം വേഗം പൊട്ടിപ്പോയി കേട്ടോ. ഉണങ്ങിയാൽ നോക്കട്ടെ കേട്ടോ. വലിയ കുഴപ്പമില്ല. ഓ സീൻ കോൺട്ര വേണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ തെർമോക്കോൾ ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു മയിൽപ്പീലിയുടെ ഡിസൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ഒരു പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ ജസ്റ്റ് ആയിട്ട് വെറുതെ വരച്ചെടുക്കുക. എന്നിട്ട് ഒരു 3D ഔട്ട്ലൈനർ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ, അതിൻ്റെ മുകളിൽ കൂടി. അപ്പോൾ 3D ഔട്ട്ലൈനറിൻ്റെ 25 റുപ്പീസിന് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടും. അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രൊജക്റ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ പൊങ്ങി നിൽക്കുമ്പോൾ നമുക്കതുമ്മ ഒന്ന് ടച്ചപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ടൊരു ടെക്സ്ചർ നമുക്ക് കിട്ടും. അപ്പം ഞാനിവിടെ ഒരു മയിൽപ്പീൽ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു പാക്കറ്റ് ഒരു കുപ്പി തീർന്നു കേട്ടോ ഇത് വരച്ചു കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ഔട്ട്ലൈനർ ഞാൻ വരച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു തവണയും കൂടി ഉണങ്ങി കഴിഞ്ഞപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 പ്രാവശ്യം ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അതേ സംഭവം ഇതുപോലെ നന്നായിട്ട് ആക്കിയിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ച ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗോൾഡൻ കളർ ഒന്ന് ഇതുപോലെ തൂത്ത് കൊടുക്കാം. ഞാനിവിടെ ഗോൾഡൻ പൗഡറാണ് കേട്ടോ യൂസ് ചെയ്തേക്കണേ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഗോൾഡൻ മെറ്റാലിക് കളർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി, ആക്രിലിക്കിൻ്റെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് വെച്ചാലും മതി. അപ്പോൾ നമ്മുടെ നേരത്തെ തെർമോക്കോളിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ. അത് ഒത്തിരി വലിയ ഒരു തെർമോക്കോളിൻ്റെ ക്രാഫ്റ്റ് ആയിരുന്നു. അത് കുറേ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒത്തിരി കമൻസൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചെറുത് ഒരെണ്ണം ചെയ്തിട്ട് ഇടാമെന്ന് ഓർത്തു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ. ചെറിയൊരു വീഡിയോ മാത്രമേ എടുത്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ലോങ് എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അപ്പോൾ അത് ഒത്തിരി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ഒരു ചെറിയൊരു തെർമോക്കോൾ ഡെക്കോറായിട്ട് വന്നത്. അപ്പം നമ്മൾ ഇതൊരു ചെറിയൊരു മിറർ എടുത്തിട്ട് അതിനകത്തേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സിൽവർ കളർ അല്ലെങ്കിൽ ഗോൾഡൻ ഇതുപോലെ കൊടുക്കുക, നടുക്കൊരു ചെറിയൊരു മിറർ വെച്ച് കൊടുക്കുക. ഇനി എൻ്റെ കയ്യിൽ ഇതൊക്കെ നമ്മളെ ഗിൽറ്ററിങ് ഷെയ്ഡുള്ള കുറേ ആക്രിലിക് കളേഴ്സാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഇതിനകത്തേക്കൊന്ന് അടിച്ചു കൊടുക്കുവാണ്. ഞാൻ ഫസ്റ്റ് തന്നെ ബ്ലൂ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള ഒരു ഓറഞ്ച് കളറാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്.
അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ ഗിൽറ്ററിങ് ഉണ്ടെങ്കിൽ അത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഓറഞ്ച് കളർ കൊടുത്തു, അതിന് ചുറ്റുമായിട്ടൊന്ന് ഡാർക്കായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിനകത്ത് ഗ്രീൻ കളർ കൊടുക്കാം. അത് ഞാൻ ഒരു ഗിൽറ്ററിങ് ഷെയ്ഡുള്ള ഒരു ഗ്രീനാണ് കൊടുത്തേക്കണേ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഗിൽറ്ററിങ് ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, നോർമലായിട്ടുള്ള ബ്ലൂ കളറും ഗ്രീനൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ക്യൂട്ടായിരിക്കും. അപ്പം ഞാൻ ഒരു ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്, ഗോൾഡൻ യെല്ലോ ഷെയ്ഡുള്ളത്. അതും ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള ക്യൂട്ടായിട്ടുള്ള ഈസി ആയിട്ടും നമുക്ക് ലോ കോസ്റ്റിലുള്ള ഡെക്കോർസൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ താഴെ ഒരു ചെറിയൊരു ലേസും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. എൻ്റെ തെർമോക്കോളിന് താഴെ ജസ്റ്റ് ഒന്ന് ചിളങ്ങിയിരിപ്പുണ്ടായി, അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒട്ടിച്ചത്. അപ്പോൾ നമ്മുടെ തെർമോക്കോളിൻ്റെ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ഡെക്കോറായിട്ട് യൂസ് ചെയ്യട്ടെ. ഇത് ഞാൻ നേരത്തെ ചെയ്തേക്കണ പറഞ്ഞാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടില്ല, നമ്മുടെ ഷോർട്ട് വീഡിയോ ഇതിൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലുള്ള ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ചെറിയൊരു തെർമോക്കോൾ ക്രാഫ്റ്റായിട്ട് വീണ്ടും വന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.